ബീഫും കപ്പയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ അത് വേറെ തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് ശനിയാഴ്ച ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബീഫ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ മസ്റ്റായിട്ട് മേടിക്കുന്ന ഒന്നാണ് ഈ കപ്പ. ഞങ്ങൾ എറണാകുളംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് ശനിയാഴ്ച ദിവസം വൈകിട്ടൊക്കെ ചായക്ക് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ബീഫ് മേടിച്ചതാന്ന് കുറച്ച് ബീഫ് ഞാൻ മാറ്റി വെച്ചതാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ നീളത്തിലരിഞ്ഞ കപ്പ കഷ്ണങ്ങൾ നമുക്കിതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ബീഫ് വേവിക്കുമ്പോൾ അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒരു 2 വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ച് ബാക്കി വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ച് വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ കപ്പയൊക്കെ നിരത്തി വെച്ച് കൊടുക്കാം. അതിക്ക് മുമ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ കറിക്കൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കപ്പക്കും കൂടി വേണ്ടിയിട്ട് ഒരു ഇത്തിരി കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2-3 വിസിലടിച്ചതിന് ശേഷം നമ്മളുടെ അടിപൊളി ബീഫിലിട്ടത് കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യൊക്കെ പിടിച്ച്. അപ്പോൾ നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. എന്നാലേ അല്ലെങ്കിൽ നമുക്ക് ആ നെയ്യ് ഉറച്ച് പോകും. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അതാണ് നമുക്ക് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് മറക്കാതെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.